എൻ്റെ കെട്ടിയവന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് ഈ ഏത്തക്ക മെഴുക്കുവരട്ടി. അപ്പോൾ ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം ചേച്ചി അവിടുന്ന് കുറച്ച് പച്ച ഏത്തക്ക തന്നു വിട്ടു. അപ്പം തന്നെ ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ ആൾ രാത്രിയിൽ പറഞ്ഞു, നാളെ എണീക്കുമ്പോൾ എനിക്ക് ഏത്തക്ക മെഴുക്കുവരട്ടി വെച്ച് തന്നോളൂ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ കാലത്ത് ഞാനത് പണിയൊക്കെ കഴിഞ്ഞിട്ട് കറി വയ്ക്കാനായിട്ട് തുടങ്ങുകയാണേ. അപ്പോൾ ഇന്ന് നമുക്ക് ഏത്തക്ക മെഴുക്കുവരട്ടി വയ്ക്കാം. ഇവരിതിന് തൃശ്ശൂരുകാർ ഏത്തക്ക ഉപ്പേരി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ കറിയൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരുപാട് തീ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റിപ്പോയിട്ട് ഇത് അടി പിടിക്കും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കാൻ നോക്കുക. ഇപ്പം നമ്മുടെ ഏത്തയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ അരിഞ്ഞെടുത്ത് വയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചതച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി നമുക്കിത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. തീ കൂട്ടിയിട്ട് കരിയിച്ചൊന്നും കളയല്ല, തീ കുറച്ച് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കായും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇളക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തോളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കഞ്ഞിക്കൊക്കെ കുടിക്കാൻ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.